ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. ക്രിക്കറ്റിന്റെ ദൈവം പടിയിറങ്ങുന്നു. ഇനിയുള്ളത് സച്ചിനില്ലാത്ത ക്രിക്കറ്റ്. സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊന്നും ഇന്ന് സ്പെഷ്യൽ എഡിഷന് ചർച്ച ചെയ്യാനാവില്ല. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും സച്ചിന്റെ ഈ വിരമിക്കൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ഞങ്ങളും അത് തന്നെ ചർച്ച ചെയ്യുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിലേക്ക് പോകുമ്പോൾ സച്ചിന്റെ ഒരു ജീവിതരേഖയിലേക്ക് നമ്മൾ ആദ്യം പോകാം. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ 1973 ഏപ്രിൽ 24 മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ജനിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകൾ ഇന്ത്യ, ഏഷ്യ 11, മുംബൈ ഇന്ത്യൻസ്, യോർക്ക്ഷയർ എന്നിവയ്ക്ക് വേണ്ടിയാണ് സച്ചിൻ ബാറ്റ് ചെയ്തത്. 5 അടി 5 ഇഞ്ച് ഉയരം മാത്രമുള്ള റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. ആദ്യ കളി പാകിസ്ഥാനുമായി തന്നെയായിരുന്നു. ആദ്യ ടെസ്റ്റ് 1989 നവംബറിൽ, അത് കറാച്ചിയിൽ വെച്ചായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ വഖാർ യൂനിസിന്റെ ബോളിൽ ക്ലീൻ ബൗൾഡാകുമ്പോൾ സച്ചിൻ എടുത്തിരുന്നത് വെറും 15 റൺസ്. ആദ്യ ഏകദിനവും പാകിസ്ഥാനോട് തന്നെ. 1989 ഗുജറാൻവാലയിൽ വെച്ച് നടന്ന ആ കളിയിൽ 2 പന്തുകൾ നേരിട്ടു. വഖാർ യൂനിസിന്റെ പന്തിൽ വസീം അക്രം പിടിച്ച് പുറത്തായി. അന്ന് ഒരു റണ്ണും നേടാൻ സച്ചിനായില്ല. ടെസ്റ്റ് മാച്ചുകളിലേക്ക് വരികയാണെങ്കിൽ 198 ടെസ്റ്റ് മാച്ചുകളാണ് സച്ചിൻ കളിച്ചത്. 327 ഇന്നിംഗ്സുകൾ, 15,837 റൺസ്, ഏറ്റവും ഉയർന്ന സ്കോർ 248 നോട്ട് ഔട്ട്, 51 സെഞ്ചുറികളും 67 അർദ്ധ സെഞ്ചുറികളും. ഏകദിന മാച്ചുകൾ 463, 452 ഇന്നിംഗ്സുകൾ കളിച്ചു. അതിൽ 18,426 റൺസുകൾ, ഉയർന്ന സ്കോർ 200 നോട്ട് ഔട്ട്, 49 അർദ്ധ സെഞ്ചുറികളും 49 സെഞ്ചുറികളും 96 അർദ്ധ സെഞ്ചുറികളും സച്ചിൻ ഏകദിനത്തിൽ നേടി. ആകെ ബൗണ്ടറികൾ 2016, 195 സിക്സറുകളും 140 ക്യാച്ചുകളും. ഇനി ക്രിക്കറ്റിന് ദൈവമില്ല. ലോക ഇതിഹാസം, ക്രിക്കറ്റിലെ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കുകയാണ്. ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കളത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. BCCI നൽകിയ കത്തിലൂടെയാണ് വിരമിക്കൽ വാർത്ത സച്ചിൻ ലോകത്തെ അറിയിച്ചത്. 200ാം ടെസ്റ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സ്വന്തം നാടായ മുംബൈയിൽ കളിച്ചുകൊണ്ടാണ് 2.5 പതിറ്റാണ്ട് നീണ്ട ഐതിഹാസികമായ കരിയർ അവസാനിപ്പിക്കുമ്പോഴും സച്ചിന് ഒരു കാര്യത്തിൽ സംശയമില്ല, ക്രിക്കറ്റാണ് തന്റെ ജീവിതം എന്ന് പ്രഖ്യാപിക്കുന്നതിൽ. വികാരഭരിതമായ കത്തിലൂടെയാണ് വിരമിക്കൽ സംബന്ധിച്ച ഊഹാപോഹങ്ങൾക്ക് സച്ചിൻ ടെണ്ടുൽക്കർ വിരാമമിടുന്നത്. 11ാം വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിക്കാത്ത ഒരു ദിവസം പോലും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് സച്ചിൻ പറയുന്നു. എല്ലാ കാലവും ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കുക എന്നത് സ്വപ്നമായിരുന്നു. കഴിഞ്ഞ 24 വർഷമായി എല്ലാ ദിവസവും ആ സ്വപ്നം ജീവിതത്തിന്റെ ഭാഗമായി. ക്രിക്കറ്റ് കളിക്കാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കാനേ ആകുന്നില്ല. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോകമെമ്പാടും ക്രിക്കറ്റ് കളിക്കാൻ സാധിച്ചു എന്നത് ഒരു വലിയ ബഹുമതിയായിരുന്നുവെന്നും സച്ചിൻ പറയുന്നു. BCCIയുടെ സെക്രട്ടറി സഞ്ജയ് പട്ടേലിന് അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് നൽകാൻ സച്ചിൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന പര്യടനത്തിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് തന്നെ വിരമിക്കാൻ ലക്ഷ്യമിട്ടാണ് നാടകീയമായ ഈ തീരുമാനം സച്ചിൻ പ്രഖ്യാപിച്ചതെന്നാണ് ക്രിക്കറ്റ് ലോകം കരുതുന്നത്. മീഡിയ 1, ഡൽഹി. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു യുഗാന്ത്യമായാണ് സച്ചിന്റെ വിടവാങ്ങൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്കോർ ബോർഡിലെ കണക്കുകൾക്കപ്പുറം മാന്യവും സൗമ്യവുമായ പെരുമാറ്റം കൂടിയാണ് സച്ചിനെ ക്രിക്കറ്റിന്റെ ദൈവമാക്കിയത്. 1973 ഏപ്രിൽ 24 മുംബൈയിലാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കറുടെ ജനനം. മറാത്തി കവി രമേശ് ടെണ്ടുൽക്കറുടെ ഇളയ മകൻ സർഗാത്മകത തെളിയിച്ചതു പക്ഷേ കളിക്കളത്തിലായിരുന്നു. കൗമാരത്തിലെ അച്ഛനേക്കാൾ പ്രശസ്തനായ മകൻ കാവ്യങ്ങൾ രചിച്ചത് ബാറ്റുകൊണ്ടായിരുന്നു. ടെന്നീസിനോടായിരുന്നു കുട്ടിക്കാലത്ത് സച്ചിന് മമത. ആരാധനാപാത്രമാകട്ടെ ജോൺ മക്കൻറോയും. സഹോദരൻ അജിത്താണ് സച്ചിനെ ക്രിക്കറ്റ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. ദാദർ ശിവാജി പാർക്കിലെ രമാകാന്ത് അച്ചരേക്കറുടെ ക്രിക്കറ്റ് കളരിയിൽ സച്ചിനെ എത്തിച്ചതും ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. സ്കൂൾ തലത്തിൽ സച്ചിനിന്റെ പ്രതിഭ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ലോർഡ് ഹാരിസ് ഷീൽഡ് ടൂർണമെന്റിൽ ശാരദാശ്രമം സ്കൂളിനു വേണ്ടി സച്ചിനും വിനോദ് കാംബ്ലിയും ചേർന്ന് നേടിയ 664 റൺസ് കൂട്ടുകെട്ട് ക്രിക്കറ്റ് പണ്ഡിതരെ അത്ഭുതപ്പെടുത്തി. 1987 14ാം വയസ്സിൽ ടെണ്ടുൽക്കർ മുംബൈ രഞ്ജി ട്രോഫി ടീമിൽ ഇടം പിടിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി സച്ചിൻ മാറി.
1989 ടെസ്റ്റിൽ അരങ്ങേറ്റം. പാകിസ്ഥാനെതിരെ ആദ്യ ടെസ്റ്റ് കളിക്കുമ്പോൾ 16 വയസ്സും 223 ദിവസവുമായിരുന്നു സച്ചിന്റെ പ്രായം. പിന്നീട് ഒരിക്കൽ പോലും സച്ചിൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1990 ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ശതകം. പിന്നീട് അത്തരം 50 ശതകങ്ങൾ കൂടി സച്ചിന്റെ ബാറ്റിൽ നിന്നും പിറന്നു. ക്രിക്കറ്റ് പുസ്തകത്തിലെ അടിസ്ഥാന ഷോട്ടുകൾ അനായാസമായി സച്ചിൻ കളിച്ചു. ബാക്ക് ഫൂട്ടിലും ഫ്രണ്ട് ഫൂട്ടിലും അനായാസം കളിക്കുന്ന ഷോട്ടുകളെ അതിന്റെ പരിപൂർണതയിലെത്തിക്കുന്നതിലായിരുന്നു ഈ കുറിയ മനുഷ്യന്റെ വിജയം. 198 ടെസ്റ്റിൽ നിന്നും ടെണ്ടുൽക്കർ നേടിയത് 15,837 റൺസ്. ഏകദിനത്തിൽ പാകിസ്ഥാനെതിരെ 1989 ഡിസംബറിലായിരുന്നു സച്ചിന്റെ അരങ്ങേറ്റം. 463 ഏകദിനത്തിൽ നിന്നും സച്ചിൻ നേടിയത് 18,426 റൺസ്. സ്കോർ ബോർഡിലെ കണക്കുകൾക്കപ്പുറം അസാധാരണമാംവിധം മാന്യവും സൗമ്യവുമായ പെരുമാറ്റം കൂടിയാണ് സച്ചിനെ ഈ കളിയുടെ ദൈവമാക്കിയത്. 200-ാം ടെസ്റ്റ് കളിച്ച് സച്ചിൻ വിട പറയുമ്പോൾ ക്രിക്കറ്റിലെ ഒരു യുഗമാണ് അസ്തമിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. വിഷയത്തിൽ നമ്മോടൊപ്പം അതിഥികളായി മുൻ അന്താരാഷ്ട്ര അമ്പയർ KN രാഘവൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, അതുപോലെ മാധ്യമപ്രവർത്തകൻ KL മോഹനവർമ്മ കൊച്ചിയിൽ നിന്ന് ചേരും. കൂടാതെ കമാൽ വരദൂർ സ്പോർട്സ് ലേഖകൻ കോഴിക്കോട് സ്റ്റുഡിയോയിലുമുണ്ട്. ആദ്യം ഡോക്ടർ KN രാഘവനിലേക്ക്. ഡോക്ടർ KN രാഘവൻ, ക്രിക്കറ്റ് ഒരു മതമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇനി മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ദൈവമില്ലാത്ത മതമായി മാറുകയാണോ? എങ്ങനെ നിരീക്ഷിക്കുന്നു താങ്കൾ സച്ചിന്റെ വിരമിക്കൽ? സച്ചിൻ ടെണ്ടുൽക്കർ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം തിരുത്തി എഴുതിയൊരു കളിക്കാരനാണ്. കാരണം ടെണ്ടുൽക്കർ ആദ്യമായിട്ട് അംഗം കുറിക്കുന്ന 1989 അന്താരാഷ്ട്ര രംഗത്ത്, അദ്ദേഹം പടിയിറങ്ങുന്ന 2013. ഈ 24 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഗതി തന്നെ മാറ്റി. ആദ്യം 1992 അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരുടെ ഇടയിലേക്ക് വന്ന സമയത്താണ് ഇന്ത്യയുടെ എക്കണോമിക് റിഫോംസ് വരുന്നു, ലിബറലൈസേഷൻ വരുന്നു. അതോടൊപ്പം തന്നെ ടെലിവിഷൻ ടെലികാസ്റ്റ് മാറി പ്രൈവറ്റ് ഹാൻഡ്സിലേക്ക്, ദൂരദർശൻ്റെ മോണോപ്പൊളി മാറ്റി പ്രൈവറ്റ് ടെലികാസ്റ്റ് ഇന്ത്യയിൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം, ആ ഒരു സമയത്ത് BCCI ക്രിക്കറ്റിനെ കൂടുതൽ കമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ടെണ്ടുൽക്കർ ആയിരുന്നു ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ കളിയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ, അതോടൊപ്പം തന്നെ ഏറ്റവും മാർക്കറ്റബിൾ ആയിട്ടുള്ള പ്ലെയർ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ടെണ്ടുൽക്കറുടെ ആ ഒരു ഷോൾഡേഴ്സിൽ വന്നിരുന്നു. ആ രണ്ട് കർത്തവ്യങ്ങൾ അദ്ദേഹം ശിരസാ വഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ 2011 ലോകകപ്പ് ജയിച്ചു. 2011 സമയത്ത് ഏറ്റവും രാജ്യമായിട്ട് നിൽക്കുന്നു. മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. സാങ്കേതിക തകരാറുണ്ട്. KL മോഹനവർമ്മ, ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് നിർണായകമായ 2 ദശകങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടിയതിനു ശേഷം ക്രിക്കറ്റ് ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ഒരവസ്ഥ. മറ്റൊന്ന്, സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷമുള്ള മറ്റൊരു ഘട്ടം. ഈ 2 ഘട്ടങ്ങളും നിർണായകമാണ്. പക്ഷേ സച്ചിൻ വിരമിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയെക്കുറിച്ച് താങ്കൾ എന്താണ് കരുതുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റ് ഇത്രയധികം പോപ്പുലറാകാൻ പ്രധാന കാരണം ടെലിവിഷനും സച്ചിൻ തെണ്ടുൽക്കറുമാണ്. WG ഗ്രേസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വാസ്തവത്തിൽ ക്രിക്കറ്റിൻ്റെ ആദ്യത്തെ വലിയ സൂപ്പർ സ്റ്റാർ. വളരെ കാലം മുമ്പാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ വെളിയിലൊരു ബോർഡ് വെച്ചേക്കും, ഇന്ന് WG ഗ്രേസ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട്, ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് ഇരട്ടിയാണ്, 2 ഫാർദിങ്ങിന് വരെ ഇന്ന് 4 ഫാർദിങ് കൊടുത്താലേ അകത്ത് കയറാൻ ഒക്കൂ. അദ്ദേഹം ഒരിക്കൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ബോളിന് അദ്ദേഹം ഔട്ടായപ്പോൾ അദ്ദേഹം പതുക്കെ ആ പന്തെടുത്ത് തിരിച്ച് ബൗളർക്ക് കൊടുത്തിട്ട് ഇതേ എൻ്റെ കളി കാണാൻ വന്നിരിക്കുന്നതാണ് ഇവരൊക്കെ കാശ് കൊടുത്ത്, തൻ്റെ എയർ കാണാനല്ല, താൻ ഇനിയും കളിക്കെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം സെഞ്ചുറി അടിച്ചു. എന്ന് പറഞ്ഞാൽ കളിയെ കാണികളിലേക്ക് കൊണ്ടുവരിക. അതിന് ഏറ്റവും ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയാൻ, ബ്രാൻഡ് അംബാസിഡർ അല്ല, കളിക്കാരനായിട്ട് തന്നെ ആ കളികളെ എല്ലാവരും ഇപ്പം തന്നെ പലരും പറയുന്നുണ്ട്. 10-80 വയസ്സായ അമ്മൂമ്മമാർ, ഇനിയിപ്പോൾ സച്ചിൻ കളിക്കാനില്ലെങ്കിൽ എന്തോന്ന് കാണാനാ. സച്ചിൻ കളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ TV-യിലേക്ക് ചാനൽ മാത്രം കാണുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അത് ഇറ്റ് ഈസ് ബിയോണ്ട് ക്രിക്കറ്റ്, അത് ദൈവത്തിനെ കാണുന്ന പോലെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കളി, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കൺട്രോൾ, ഇതൊക്കെ ഉണ്ടല്ലോ മറ്റ് ഒരു കളിക്കാരനും ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ബ്രാഡ്മാൻ പോലും അദ്ദേഹത്തിനെ ക്ഷണിച്ച്, ബ്രാഡ്മാൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ള അടുത്ത ലോകം മുഴുവനും അംഗീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവനവൻ്റെ ഫീൽഡിൽ ഒരു ടോപ്പായിട്ടുള്ള ഏറ്റവും പ്രധാന വ്യക്തികളുള്ള ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ ശ്രീ കമാൽ വരദൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കമാൽ വരദൂർ, KL മോഹനവർമ്മ പറഞ്ഞ ഒട്ടേറെ ഘടകങ്ങൾ, സച്ചിന് ഏറെ ആരാധകരുള്ള ഒരു കളിക്കാരനായി സച്ചിൻ വളരുന്നു, അദ്ദേഹത്തിന്റെ ഫീൽഡിൽ ഏറ്റവും ഉയരങ്ങളിൽ എത്തുന്ന ഒരവസ്ഥ,
ഇതോടൊപ്പം ഒക്കെ തന്നെ സച്ചിൻ വലിയ സമ്മർദ്ദങ്ങളെയും പല ഘട്ടങ്ങളിലായി അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുകളുടെ പ്രതീക്ഷ സച്ചിൻ കളിക്കളത്തിലിറങ്ങുമ്പോൾ ഇന്ത്യ ഒട്ടാകെ സച്ചിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ. ആ സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിച്ചു ആ കളിക്കാരൻ? അതായത് എനിക്ക് തോന്നിയൊരു വസ്തുത, ഇപ്പോൾ സച്ചിൻ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ 1989 മുതൽ ഇപ്പോൾ പാകിസ്ഥാനെതിരെ അദ്ദേഹം തുടങ്ങിയ കാലം മുതൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം സമ്മർദ്ദത്തിൻ്റെ മുൾമുനയിലാണ്. ഏതൊരു ഇന്നിങ്സ്, ഇപ്പോൾ അത് T20-യിലാണെങ്കിൽ അല്ലെങ്കിൽ വൺ ഡേയിലാണെങ്കിൽ ടെസ്റ്റിലാണെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിലാണെങ്കിൽ പോലും അദ്ദേഹം കളിക്കാൻ ഇറങ്ങുമ്പോഴുള്ളൊരു സമ്മർദ്ദം